ആഴ്ച ഒരു വ്യത്യസ്തമായൊരു വണ്ടി പോകുന്നുണ്ടോ? കൊള്ളായില്ലേ ചേട്ടാ? ഇത് എവിടെ നേടി വണ്ടി? ജില്ലാ പഞ്ചായത്തിൽ നിന്നോ? ചേട്ടാ അവിടെ അങ്ങോട്ടൊന്ന് ഒതുക്കാവോന്ന്? കൊള്ളാം കേട്ടോ. ചേട്ടൻ എന്താ പറ്റിയതാ? ആക്സിഡന്റ് പറ്റിയല്ലേ? അയ്യോ, രണ്ട് കാലും പോയി. ആ നമുക്ക് ഇതാണ് കട, ഒന്ന് ഒതുക്കാവോന്ന്? പോട്ടെ. ചേട്ടൻ്റെ കടയില്ലേ? ഓക്കെ. ഓ ഗോകുൽ ലക്കി സെന്റർ ലോട്ടറി കച്ചവടം ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. ചേട്ടാ വണ്ടി ഇവിടെ കണ്ടല്ലോ ഒതുക്കുന്നത്, എങ്ങനെ കയറുന്നകത്ത്? ഒന്ന് കേറ്റേ. ഞാൻ ഒരു മൈക്കൊന്ന് വെച്ചോട്ടെ കേട്ടോ. ചേട്ടാ എങ്ങനെ കയറുന്നകത്തോട്ട്? ആരും എടുത്ത് കയറ്റുവോ? ഇല്ല, അതൊക്കെ പാടാണ്. ഇങ്ങനെ കയറൂല്ലേ? ഇങ്ങനെ മുട്ടുകുത്തി അങ്ങനെ അതനുസരിച്ചാണ് കട ചെയ്തു വെച്ചേക്കുന്നത്. കേറാൻ വേണ്ടിയാണ് കട ഇങ്ങനെ തട്ടി ഇറക്കിയത്. ഇങ്ങനെ കേറും. എന്താ പറ്റിയതായിരുന്നു? എങ്ങനെ ആക്സിഡന്റ് പറ്റി? അത് ട്രെയിൻ തട്ടിയതാണ്. ട്രെയിൻ തട്ടിയോ? അത് നമ്മള് ട്രെയിൻ പാള ക്രോസ് ചെയ്ത് വരുന്ന വഴിക്ക് ഷുഗർ ഉണ്ട്, തലച്ചുറ്റിൽ വന്ന് വീണ്. ചേട്ടൻ ജോലി എന്തുവായിരുന്നു? ഞാൻ എളമ്പുള്ളൂർ ലോഡിങ്ങിലായിരുന്നു. ലോഡിങ് തൊഴിലാളിയായിരുന്നില്ലേ? അതെ. അങ്ങനെ ആ ജോലിയും കഴിഞ്ഞ് വരുന്ന വഴിക്ക് ജോലിയും കഴിഞ്ഞ് വന്നപ്പോ നമ്മള് ട്രെയിൻ ക്രോസ് ചെയ്തോണ്ട് വന്നപ്പോഴത്തേക്ക് തലച്ചുറ്റിൽ വന്ന് വീണപ്പം ഞാൻ വെളിയിലും കാലെല്ലാം അകത്തുമായി പോയി. അങ്ങനെ കിടന്ന് ആരും ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ പിടിച്ച് മാറ്റിയാൽ മതിയായിരുന്നു. പക്ഷെ ആരും ഇല്ലായിരുന്നു, ഓർമ്മയില്ലാതായി പോയി. ട്രെയിൻ വന്ന് എത്ര നാളായി? ഇപ്പൊ ഒരു കൊല്ലമായി. ഈ വണ്ടി ഇപ്പൊ എവിടുന്നാ ചേട്ടന് കിട്ടിയത്? ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ഭരണകൂടം എന്ന് പറഞ്ഞുകൊണ്ട് കളക്ടറേറ്റിനകത്ത് ഒരു സംഭവമുണ്ട്. അവര് തന്നെയാണ് ഈ വണ്ടി. ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? ഇത് സൈക്കിളാണ്. കസ്റ്റമർ വന്നു കേട്ടോ, സാധനം കൊടു. സൈക്കിളാണ്. കൊടു. ലോട്ടറി എടുക്കാൻ വന്നേ. 25 36 28 വരെ. കുഞ്ഞു കട കേട്ടോ. പക്ഷെ എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര വിഷമം വന്നു കേട്ടോ. ഞാൻ ഈ വണ്ടി കണ്ടോണ്ട് ചോദിച്ചതാണ്. ഞാൻ സ്വന്തമായിട്ട് ഇതൊരു ഇലക്ട്രിക് വണ്ടി നിർമ്മിച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്കുള്ള. അന്നേരം അവർക്ക് ഉപയോഗിക്കാം. അന്നേരം ഈ വണ്ടി കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി, അങ്ങനെ എടുക്കാമെന്ന് തീരുമാനിച്ചാ. പക്ഷേ ചേട്ടൻ്റെ കഥ കേട്ടപ്പോൾ എനിക്കൊരു വിഷമം കേട്ടോ. അത് മകനാണോ? നിർത്തി കുഴപ്പമില്ല മോനെ. ചേട്ടൻ എത്ര മക്കളുണ്ട്? എനിക്ക് 3 മക്കള്. 3 ആൺമക്കളാണോ? 3 ആൺപിള്ളേർ. ഇത് രണ്ടാമത്തെ ആളാണ്. ഇപ്പുറം എന്താ പഠിക്കുന്നത്? 10ാം ക്ലാസ്സിൽ പഠിക്കും. 10ാം ക്ലാസ്സിൽ പഠിക്കുമല്ലേ? പേരെന്താ? ഗോകുൽ. അവന്റെ പേരാണ് കിടക്കുന്നത്. ഗോകുൽ. ഗോകുൽ ലക്കി സെന്റർ അല്ലേ? ഓക്കെ. അങ്ങനെ ചേട്ടാ ഈ വണ്ടി ഉപയോഗിച്ചിട്ടൊക്കെ എങ്ങനെയുണ്ട്? ഇത് വണ്ടി പിന്നെ തേര് കയറത്തില്ല. ഇത് സൈക്കിളാണ്. നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷെ അത് പിന്നെ നമുക്ക് ഇവിടെ കിടന്ന് ഓടാനേ പറ്റത്തില്ല, ദൂരോട്ടൊന്നും പോകാൻ പറ്റത്തില്ലേ. സാമ്പത്തികമായിട്ടൊക്കെ പ്രതിസന്ധി നിൽക്കുന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനും വയ്യ. നമ്മള് പഞ്ചായത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏത് ടൈപ്പ് വണ്ടി വേണം ചേട്ടാ ആഗ്രഹിക്കുന്നത്? നമുക്ക് സ്കൂട്ടർ ഒരെണ്ണം കിട്ടിയാൽ നമുക്ക് വലിയ ഉപകാരമായിരുന്നു. അന്നേരം ചേട്ടാ ഈ വണ്ടിയിലാണ് നടക്കുന്നില്ലേ? നോക്കട്ടെ, കാല് മുട്ടിന് മേളോട്ട് പോയോ? ഒരു കാല് ഇത്രയേ ഉള്ളൂ. ഈ കാല് മുട്ടിനെടുത്ത് വെച്ച് മുറിഞ്ഞു. അയ്യോ, ആരെങ്കിലും ഉണ്ടായിരുന്ന ഈ അവസ്ഥ വരത്തില്ലായിരുന്നില്ലേ ആ സമയത്ത്? അതില്ലാതെ വന്നുപോയി. പിന്നെ നമ്മള് അനുഭവിക്കുക. നമ്മള് 3 കുഞ്ഞുങ്ങളെ നമ്മളെ വരെ വളർത്തണ്ടേ. നമ്മളിപ്പോ ഇതൊക്കെ കൊണ്ട് തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോവുക. ഈ കടയൊക്കെ ആരിട്ട് വന്ന്? ഇത് പാർട്ടി ഇട്ട് വന്നേ. പാർട്ടിക്കാരിട്ട് വന്നേ. ഈ കടയാണ് ഉപജീവന മാർഗം അല്ലേ ഇപ്പം? ഉപജീവന മാർഗം ഇപ്പൊ ഈ കടയല്ലേ? കടയാണ്. ചേട്ടൻ ഈ വണ്ടിക്കകത്ത് എത്ര ദൂരം പോകും ഈ വണ്ടിക്കകത്ത്? ഇത് അവര് പറഞ്ഞ 40 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് എളമ്പള്ളൂര് ചെല്ലുമ്പോഴേ അവിടെ ഒത്തിരി നമ്മള് ലോഡിക്കുന്നത് കൊണ്ട് കുറെ സുഹൃത്തുക്കളുണ്ട്. ഇത് കൊല്ലം ജില്ലയിൽ ഇളമ്പള്ളൂർ അല്ല, കൊല്ലം ജില്ലയിൽ ഇത് തൊണ്ടർക്കമുക്ക്, നാന്തിരിക്കൽ തൊണ്ടർക്കമുക്ക് എന്ന് പറയും. ഇത് തൊണ്ടർമുക്ക് എന്ന് പറഞ്ഞ ജംഗ്ഷനാണ്. അപ്പം അന്നേരം അവിടെ ചെല്ലുമ്പോൾ ലോഡിങ്ങിലെ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ അവരും നമ്മളെല്ലാവരും ലോഡിങ്ങിലൊക്കെ ഒത്തിരി പരിചയക്കാരുണ്ട്. അപ്പൊ അവര് ഇളമ്പള്ളൂർ വലിയ പാടുപെട്ട് അവിടെ ചെല്ലും. അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് കയറത്തില്ല. അവരെല്ലാരും എന്നും വന്ന് തെള്ളിത്തരുവാ. തെള്ളിത്തരുന്ന മേളിൽ കയറിയ കുഴപ്പമില്ല, തിരിച്ചിറങ്ങി വരും. അങ്ങനെ ഇരിക്കുക. അവരുടെ സഹായം കൊണ്ടാണ് നമ്മൾ ഇതും കൊണ്ട് പോകുന്നത്. അവിടെ ആരും ഇല്ലെങ്കിൽ വലഞ്ഞ് തിരിച്ചു പോരാനേ പറ്റും. പക്ഷെ എല്ലാവരും ഉണ്ടായതുകൊണ്ട് ആരെങ്കിലുമൊക്കെ സഹായിച്ച് ഇവിടം വരെ നമ്മൾ എത്തി. ഇങ്ങനെ നിൽക്കുവാണ്. ഞാൻ സ്വന്തമായിട്ടൊരു വണ്ടി നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 4 വർഷത്തോളമായി. എന്നൊരു 4-5 വർഷം മുമ്പ് എന്നൊരു ചേട്ടൻ വിളിച്ചു, ഗൾഫിൽ നിന്ന് വിളിക്കുക.
അദ്ദേഹത്തിന്റെ മകൻ ജന്മന നടക്കത്തില്ല എന്നാ പറയുന്നത്. എന്നിട്ട് അവന് വേണ്ടി ഒരു വണ്ടി, അല്ലെ അവരെ പോലുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു വണ്ടി നിർമ്മിക്കാൻ പറ്റുമെന്ന് ചോദിച്ചായിരുന്നു. ഞാൻ എന്റെ മനസ്സിൽ വെച്ചിരുന്നത് ഞാൻ അങ്ങനെ ഒരു വണ്ടി നിർമ്മിച്ചായിരുന്നു. ആ വണ്ടിയും കൊണ്ട് കേരളം മുഴുവനും കറങ്ങിയിട്ടുണ്ട്. അത് ഇലക്ട്രിക് വണ്ടിയാണ്, ഇങ്ങനെ മറിയത്തും ഇല്ല, ഒന്നും നല്ല ഫാസ്റ്റ് ചാർജിങ് ആണ്, സേഫ് ആണ് വണ്ടി. അന്നേരം ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ട എനിക്കൊരു മനസ്സ് എന്തോ ഒരു ഇതുണ്ട്. അങ്ങനെ ചേട്ടനെ കണ്ടപ്പോഴാണ് ഈ ഒന്ന് എടുക്കാന്ന് വിചാരിച്ചു ഈ വണ്ടി. ഞാൻ ഇന്നലെ ചേട്ടനെ ഇങ്ങനെ വരുന്ന വഴിക്ക് ഇങ്ങനെ കണ്ടായിരുന്നു. അങ്ങനെയാണ് ചേട്ടനോട് ചോദിച്ചത് ഈ വണ്ടിയെ കുറിച്ചൊരു വീഡിയോ ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. ഇത് ലോഡ് വലിക്കത്തില്ല അല്ലേ? വലിക്കത്തില്ല. ഇത് നമ്മള് ഈ നിരപ്പുള്ള റോഡേ ഓടും, ഏരി കയറത്തില്ല. നമ്മളിപ്പോ അങ്ങനെ ഇപ്പൊ പഞ്ചായത്തിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്കൂട്ടറിന് വേണ്ടി. നമ്മൾ ഇതുകൊണ്ട് പറ്റത്തില്ല. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോണെങ്കിൽ കുണ്ട്ര പോകണം. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ ആട്ടോ വിളിച്ച് പോകുമ്പോൾ നമുക്ക് സാമ്പത്തികം പറ്റത്തില്ല. നമുക്ക് ആകെ കിട്ടുന്ന ലിറ്ററിക്കകത്ത് 5 രൂപ 5.5 രൂപ 6 രൂപയ്ക്കകത്ത് കിട്ടുന്നത്. അപ്പൊ നമുക്കത് പറ്റത്തില്ല. പിന്നെ ഓരോരുത്തരുടെ സഹായം കൊണ്ട് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. പഞ്ചായത്ത് മുഖേന വണ്ടി പോടനെ കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷിച്ച് നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അത്രേ ഉള്ളൂ. അല്ല, നമ്മൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അച്ഛനെ ഇങ്ങനെ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്ത വലിയ ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കുടുംബ രക്ഷപ്പെടും. 3 മക്കളുണ്ട്, അവരെ പഠിപ്പിക്കണം. വൈഫിന് ജോലിയൊന്നുമില്ല. വൈഫിനിപ്പം ഒരു തുണിക്കട നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉപജീവന മാർഗം അങ്ങ് കഴിയുമെന്നല്ലാതെ ഇഷ്ടംപോലെ കടമുണ്ട്. ഈ ഇതിന്റെ ചികിത്സ മൊത്തം ഇവിടെ കിംസിലായിരുന്നു. കാലിന് വിഷയം ഉണ്ടായിരുന്നു, അവിടെ പറ്റത്തുള്ളായിരുന്നു. അവിടെ കൊണ്ടുപോയി അങ്ങനെ നമ്മുടെ കിടക്കാടം എല്ലാം വൈഫിനിച്ച് വസ്തു ഉണ്ടായിരുന്നു, എല്ലാം വിറ്റു. 25 ലക്ഷം രൂപയ്ക്കകത്തായി. 25 ലക്ഷം രൂപയ്ക്കകത്ത് ചെലവായി. അപ്പം നമ്മള് മൊത്തം കടവാണ്. ഇപ്പൊ നമ്മുടെ വീടിരിക്കുന്ന വീട് പോലും കേരള ബാങ്കിൽ ലോണാണ്. അത് വന്ന് ഇപ്പൊ ജിപ്റ്റി നോട്ടീസിന്റെ ഒരു വക്കത്ത് നിൽക്കുക. നമ്മളിത് കഴിഞ്ഞ് നമ്മുടെ കുടുംബം കഴിഞ്ഞ് പോകുന്നേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു മാർഗ്ഗം. ഒത്തിരി കടങ്ങളുണ്ട്. കടത്തിന്റെ വിഷയത്തിൽ ഇരിക്കുക. ചേട്ടനൊരു അവസ്ഥ, ലോഡിംഗ് തൊഴിലാളിയാണ്. ഇപ്പൊ ഈ മുക്കച്ചക്ര വാഹനത്തിൽ യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമോ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ലല്ലേ ചേട്ടാ? നമ്മള് വന്ന് പെട്ടുപോയി. ഇനിയിപ്പം 3 മക്കളെയും എല്ലാരും കുടുംബം എല്ലാം നോക്കിക്കൊണ്ടിരുന്ന കൊച്ചുകൂടി. ഇനി ഇതിനിളയതാ ഒരാളുള്ളത്. അയാൾ 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുമല്ലേ? ഇയാള് 10ല്, ഒരാള് +2 കഴിഞ്ഞിട്ട് നിൽക്കുക. ആർക്കും പഠിക്കുന്ന അവർക്ക് ജോലി ആയാൽ നമുക്ക് രക്ഷപ്പെടാം. പക്ഷെ ജോലി ആവണമെങ്കിൽ ഇനിയും വേണ്ടേ കാലം. പ്രായം അത്രയല്ലേ ഉള്ളൂ. 18 വയസ്സായില്ലേ ഉള്ളൂ. 18 ആയില്ല. 17 വയസ്സായേ ഉള്ളൂ. അവരും ചിന്തിക്കാൻ പോലും സമയമായിട്ടില്ല ജോലിയെ കുറിച്ച്. ചേട്ടാ, ചേട്ടന്റെ പേര് പറഞ്ഞില്ലേ? പേര് ഗോപകുമാർ അല്ലേ? ജില്ലാ പഞ്ചായത്ത് മുഖേന കിട്ടിയൊരു വണ്ടിയാണ്. പക്ഷെ ഇതും കൊണ്ട് നമ്മൾ കൂടുതൽ ദൂരം പോകാൻ പറ്റത്തില്ല. പിന്നെന്ന് പറഞ്ഞാൽ തേരി ഒന്നും കയറത്തില്ല. അങ്ങനെ ഒരുപാട് പരാജയപ്പെട്ട ഒരു വണ്ടിയാണ്. മാത്രം ഇത് മറിയും, വാക്കല്ലാതെ വളച്ചു കഴിഞ്ഞാൽ ഇത് മറിയും. അങ്ങനെ മറിഞ്ഞ് ഇതുമായിട്ട് വീണ എന്റെ കൈയെല്ലാം മുറിഞ്ഞ് അങ്ങനെ മറിഞ്ഞ് ഇതുമായിട്ട് വീണ്. ചേട്ടൻ മേളോട്ട് കൈ അവിടെയും മുറിഞ്ഞിരിക്കുന്നു. കൈ ഇത് ഇവിടെ ഇങ്ങോട്ട് ഈ കൈക്കും പ്രശ്നമോ ആക്സിഡന്റ് പറ്റിയപ്പം ഇവിടുന്ന് കൈ ഒടിഞ്ഞു പോയി. അങ്ങനെ ഇവിടുന്ന് ഇവിടം വരെ പ്ലേറ്റ് ഇട്ടേക്കുക. ഇതിന് സ്വാധീനക്കുറവുണ്ട്. അങ്ങനെയുണ്ടല്ലേ? ഈ കൈക്ക് സ്വാധീനക്കുറവുണ്ട്. അതുകൊണ്ടാ വല്ലാത്തൊരു 2 കാലും പോയി, ഈ കൈക്ക് സ്വാധീനക്കുറവുണ്ട്. ഒരു ലോഡിംഗ് തൊഴിലാളിയുടെ അവസ്ഥയാണ് കേട്ടോ. എന്തുമാത്രം ആരോഗ്യത്തോടെ നിന്ന് ജോലി ചെയ്ത മനുഷ്യനാണ്. നിസ്സാര സമയം കൊണ്ട് ജീവിതം മറിഞ്ഞു. 3 മക്കളുണ്ട്. പിന്നെ ഈ ഒരു വണ്ടി മാറി കിട്ടിയാൽ നല്ലായിരുന്നില്ലേ? അതെ, വേറെ നല്ലൊരു വണ്ടി വലിയ ഉപകാരമാണ്. മാർഗത്തിന് ഇത് പറ്റത്തില്ല. കാരണം കൈകെട്ടാൻ കൊണ്ടുപോവാ. ചേട്ടൻ എങ്ങനെ തിരിച്ചു കയറുന്നത്? തിരിച്ചിതാണൊക്കെ ഇറങ്ങി ഇവിടെ ഇറങ്ങി ഒന്ന് കയറാവോ? ഒന്ന് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ല. വീട്ടിൽ നിന്ന് എങ്ങനെ കയറും? ഇപ്പൊ തന്നെ കൈ കൊടുത്തപ്പോ കണ്ടോ വണ്ടി മറിയുന്നു ഇങ്ങോട്ട്. വീട്ടിലാകുമ്പോ എങ്ങനെ കയറും? വീട്ടില് പിന്നെ നമ്മള് സ്റ്റെപ്പിന്റെ അരുവി ചേർത്ത് നിർത്തിയിട്ട് ഇവിടെ ഒരു തലയണ ഇടും. എന്നിട്ട് ഈ ഒരു മുട്ട് അവിടെ കുത്തിയിട്ട് നിറങ്ങിനകത്ത് അങ്ങ് കയറും. സ്റ്റെപ്പിന്റെ അരുവി കൊണ്ട് താഴെ അവിടെ സ്റ്റെപ്പിന് നേരെ ഈ ഇതിനകത്തോട്ട് മുട്ട് കുത്തിയിട്ട് കൈ ഊന്നി ഇതിനകത്ത് അങ്ങ് കയറിയിരിക്കും. കടയിൽ പിന്നിപ്പം കട നമുക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തതാ. തട്ടി ഇങ്ങനെ ചെയ്ത് നമുക്ക് കയറി ഇറങ്ങാൻ വേണ്ടി തട്ടി ഇങ്ങനെ ചെയ്യിച്ചതാ. എങ്ങനെ വണ്ടി റിവേഴ്സ് ഒക്കെ എടുക്കുന്നത്? റിവേഴ്സ് ഉണ്ട്. ഇതിന് റിവേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിപ്പം ഫ്രണ്ട് ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് ഫ്രണ്ടിലോട്ട് പോകും. ഇപ്പൊ റിവേഴ്സ് ഈ സ്വിച്ച് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളിവിടെ ഓഫ് ചെയ്തിട്ട് കഴിയുക. എത്ര കിലോമീറ്റർ കിട്ടും വണ്ടി? ഇത് അവര് 40 പറയുന്നു. അത്രയൊന്നും കിട്ടത്തില്ല. ഇത് വലിക്കത്തില്ല. ഇപ്പം ഉണ്ടോ ഇങ്ങനെ ഇറങ്ങത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ തേരി ഉണ്ടായിട്ട് നമ്മൾ ഇങ്ങനെ കൈ കൊടുത്ത് റോഡ് എടുക്കുക. അത്രയും ബുദ്ധിമുട്ടാ ഈ വണ്ടി. അങ്ങനെ പറയുന്നെങ്കിലുണ്ടോ കയറത്തില്ല. ഇലക്ട്രിക് സ്കൂട്ടറാണ്. പക്ഷെ ഇത് ഉണ്ടോ കിട്ടാൻ പാടാ. ഇലക്ട്രിക് സ്കൂട്ടർ ആയിരിക്കും ഇവിടെ ബെറ്റർ എനിക്ക് തോന്നുന്നു. കാരണം അതിന് റിവേഴ്സ് ഉണ്ട്. നമ്മളെ ഈ പറയുന്ന സ്കൂട്ടർ അല്ല പെട്രോൾ സ്കൂട്ടർ ആകുമ്പോഴത്തേക്ക് റിവേഴ്സ് കാണത്തില്ല. വണ്ടി ഇവിടെ കയറ്റിയിട്ട് ഇറക്കാൻ പാടായിരിക്കും.
അത് അന്നേരം നമ്മളെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ചേട്ടനെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞേ ഉള്ള വസ്തു എല്ലാം വിറ്റു. 1 വർഷം മുമ്പാണ് സംഭവിച്ചൊരു ആക്സിഡന്റ് ആണോ, വസ്തു എല്ലാം വിറ്റു, വീടാണെങ്കിൽ ഇപ്പം ജപ്തിയുടെ വക്കിലേക്കും അല്ലേ, കേരള ബാങ്കിൽ ഇരിക്കുവാണ്. അതെല്ലാം ചികിത്സയ്ക്ക് വേണ്ടി ഏകദേശം 25 ലക്ഷം രൂപയോളം ചെലവാക്കിയിട്ടുണ്ട്. അങ്ങനെ വന്ന കടമാണ്. പിന്നെ ഈ ഒരു വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. 3 മക്കളുണ്ട്. ഇവരെയൊക്കെ സഹായിക്കണമെങ്കിൽ നമ്മൾ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ചേട്ടനെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ വെക്കാം, വിളിക്കാം. ഗൂഗിൾ പേ ഇതിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഗൂഗിൾ പേയും ചെയ്ത് കൊടുക്കാം. ഒരു വണ്ടി അത്യാവശ്യമാണ്. ഒരു 4 വീലുള്ള ഇലക്ട്രിക് സ്കൂട്ടർ ആയിരിക്കും ഇച്ചിരി ബെറ്റർ എനിക്ക് തോന്നുന്നു. റിവേഴ്സ് എടുക്കാനും കൂടുതൽ എണ്ണ അടിച്ച് പൈസ അങ്ങനെയും കളയണ്ടല്ലോ. അന്നേരം ആർക്കെങ്കിലും പറ്റുമെങ്കിൽ സഹായിക്കാം കേട്ടോ. അന്നേരം ചേട്ടൻ കൂടെ എടുത്ത വണ്ടി നോക്കട്ടെ. ഈ കുഞ്ഞു കടയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ചേട്ടൻ ജീവിക്കുന്നത് ഇപ്പം. ഓക്കെ, അതൊരു ലോഡിങ് തൊഴിലാളിയാണെന്നുള്ള നിങ്ങളെ ചിന്ത കൂടെ വേണേ. ഓക്കെ കേട്ടോ, ഓക്കെ 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 ചേട്ടാ. അന്നേരം ഓൺലൈൻ ടിക്കറ്റ് വിൽക്കാൻ പറ്റും കേട്ടോ. അതെങ്ങനെയാണെന്ന് നമ്മൾ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയെങ്കിൽ. കാരണം ഞാൻ മുമ്പ് ഒരിക്കലും അമ്മയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കുഞ്ഞൊരു ഹൈറ്റ് കുറഞ്ഞ അമ്മയാണ്. ഞങ്ങൾ വാട്സപ്പിനകത്ത് ഒരു സുഹൃത്തുക്കളെല്ലാം കൂടെ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ ഇതിനൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് വാട്സപ്പിനകത്ത് ഇട്ട് കൊടുക്കും, നമ്പർ ഇട്ട് കൊടുക്കും. അപ്പൊ അവർക്ക് വേണ്ടത് അവർ സെലക്ട് ചെയ്ത് പറയും. അപ്പൊ നമ്മൾ അതെടുത്ത് മാറ്റി വെച്ചേക്കും. അവരെപ്പോഴെങ്കിലും ഇവിടെ വന്ന് പൈസ ഗൂഗിൾ പേ ചെയ്തോ എങ്കിലും തരും. എന്നിട്ട് ബാക്കി അവരൊന്നും എടുത്തോണ്ട് പോകും. ഓക്കെ, അങ്ങനെ ആർക്കെങ്കിലും സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സഹായിക്കും കേട്ടോ. ചേട്ടന്റെ കോൺടാക്ട് നമ്പർ തരും, ഗൂഗിൾ പേ കൊടുത്താൽ മതി. പൈസ ഇല്ലേ, ടിക്കറ്റ് നിങ്ങൾക്ക് വേണ്ടുള്ള ടിക്കറ്റ് അവർ ചേട്ടൻ മാറ്റി വെച്ചിരിക്കും അല്ലെ? അങ്ങനെ അവര് അടിക്കുവാണെങ്കിൽ നമ്മൾ ആ ടിക്കറ്റ് നമ്മൾ അതിന്റെ അടിക്കുവാണെങ്കിൽ നമ്മുടെ കയ്യിലാണ്. അവർക്ക് വരാൻ ദൂരെ എവിടെങ്കിലും ഉള്ളവരാണെങ്കിൽ നമ്മൾ ആ ടിക്കറ്റ് നമ്മൾ അടിക്കുവാണെങ്കിൽ ആ ടിക്കറ്റ് മാറ്റി വെക്കും. മാറ്റി വെച്ചിട്ട് അതിന്റെ പ്രൈസ് എത്ര വെച്ചാൽ ആ പൈസ നമ്മൾ നമ്മളായിട്ട് മാറി അത് തിരിച്ച് അതേ അവർക്കുള്ള ഗൂഗിൾ പേ അയച്ചു കൊടുക്കൂല്ലേ? അങ്ങനെയും ചെയ്യാം. വിശ്വാസം വലിയ പോലെ. അതെ, വിശ്വാസമാണ്. നമ്മളെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ടിക്കറ്റ് എടുക്കാൻ താല്പര്യം ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. നമ്പർ എല്ലാം ഫോട്ടോ ഉൾപ്പെടെ അയച്ചു തരും ഇല്ലേ? എന്നിട്ട് ഗൂഗിൾ പേ കൊടുത്താൽ മതി ക്യാഷ്. ഓക്കെ.